നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എക്സാം സെൻറ്റർ വിടാൻ പോവുകയാണ്. നമുക്ക് സ്റ്റുഡൻസിനോട് എക്സാം എങ്ങനെയായിരുന്നു, ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ, നീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ റീനീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് എക്സാം സെൻറ്ററിലെ സ്റ്റുഡൻസിന് നേരിട്ട് വിസിറ്റ് ചെയ്ത് ചോദിച്ചു നോക്കാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലേനു. ഇത് ബയോളജി കുഴപ്പമില്ല, ഫിസിക്സിനു കുറച്ച് ടഫായിട്ടുള്ളത്. ബാക്കിയൊക്കെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുക. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കെമിസ്ട്രി ഒക്കെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. നീറ്റും റീനീറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു? എനിക്ക് നീറ്റിനും ബെറ്റർ റീനീറ്റിനെ കാട്ടും, ബട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. ഫിസിക്സ് കുറച്ച് ലെങ്തി ആയിരുന്നു സോൾവ് ചെയ്യാൻ ഇത് വേണ്ടി, മറ്റേത് കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു. ബയോളജി ഭയങ്കര ഈസി ആയിരുന്നു. ഫിസിക്സ് ടഫാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്, ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കഴിഞ്ഞ അത് ഈസി, ഇത് കുറച്ച് അതിനെക്കാട്ടും നല്ല ലെവല് കൂടിയതാണ്. കുഴപ്പമില്ല, പക്ഷേ കഴിഞ്ഞ എക്സാമിനെക്കാട്ടി കുറച്ചുകൂടി ടഫാണ്. ടഫായിരുന്നു. ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഈസി? ബയോളജിയാണ് ഈസി. ഫിസിക്സും കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫ് എന്ന് പറയാനില്ല, പക്ഷെ കഴിഞ്ഞത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടഫാണ്. ബയോ ആയിരുന്നു കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഈസി. ബയോളജി ഈസിയാണ്, ബയോളജി ഈസിയാണ്. ഫിസിക്സ് കുറച്ച് നല്ലോണം ടഫാണ്. കെമിസ്ട്രി ആവറേജ്. നീറ്റും റീനീറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നീറ്റിനെ അപേക്ഷിച്ച് നല്ല ടഫാ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ടഫാ. എക്സാം കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ആവറേജ് ടഫാക്കി. ബയോളജി സിമ്പിള് ടഫായിരുന്നു. നീറ്റും റീനീറ്റും ഏതായിരുന്നു സിമ്പിൾ? മറ്റേ നീറ്റായിരുന്നു. നീറ്റായിരുന്നു സിമ്പിൾ, റീനീറ്റ് ടഫാണ്. ഏത് സബ്ജക്റ്റ്? ഫിസിക്സ്. ഏതായിരുന്നു ഈസി? ബയോളജി. ബയോളജി ഈസിയാണ്. അത്ര ടഫ് അല്ല, അത്ര എളുപ്പമല്ല, ഒരു മോഡറേറ്റ്. ഏതാണ് കുറച്ചുകൂടി സബ്ജക്ട്, ഏതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായി? ഫിസിക്സ് കുറച്ചും കൂടിയും ഉണ്ടായിരുന്നു ചെയ്യാൻ, മീൻസ് ചെയ്യാനല്ല, കുറച്ച് ട്രിക്കി ആയിരുന്നു. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ? എല്ലാം ചെയ്യാൻ പറ്റില്ല, പക്ഷെ പറ്റുന്നത് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഇപ്രാവശ്യം? കഴിഞ്ഞ രാഷ്ട്രീയ എക്സാം ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി ടഫ് ആയിരുന്നു. എന്നാൽ അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം എഴുതാൻ പറ്റിയിട്ടുണ്ട്. എഴുതാൻ പറ്റിയിട്ടുണ്ട്. നീറ്റും റീനീറ്റും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു ഈസി? നീറ്റായിരുന്നു ഈസി. ഏതായിരുന്നു ഈസി ടഫ് ആയിട്ടുള്ള സബ്ജക്ട്? ഈസി ആയിട്ട് തോന്നിയ ബയോളജി തന്നെയാണ്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. പറ്റില്ല, ബാക്കിയുള്ളതൊക്കെ അത് കഴിഞ്ഞ് ഇതുവരെ വന്നപ്പോൾ ടച്ച് കുറച്ച് ചെറുതായിട്ട് തോട്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ചെറിയൊരു ഇത് വന്നത്. കുഴപ്പമില്ല. കഴിഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ ടഫായിരുന്നു, എന്നാലും മോഡറേറ്റ് ആയിരുന്നു. ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഈസി? ബയോളജി ആണ് എനിക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. എന്നാലും ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റിയോ? It was kind of tough, like chemistry part was okay. Physics was hard. Did you come to manage time? No, yeah, actually I didn't attempt all the questions, but again it was very hard. I mean for me, because it's my first attempt. Okay. ഫിസിക്സ് കുറച്ചുകൂടി ടഫ് ആയിരുന്നു. കഴിഞ്ഞ എക്സാമിനേക്കാൾ കുറച്ച് നല്ല ലെവലുള്ള എക്സാം ആയിരുന്നു. ഒരു 2025 അത്ര ടഫാണോ അതെനിക്കറിയില്ല, പക്ഷേ പൊതുവെ ടഫ് ആയിരുന്നു. ബയോളജി ഈസി ആയിരുന്നു. ഈസി എന്നല്ല, ലാസ്റ്റിനെക്കാട്ടും അത്ര ഈസി അല്ല, എന്നാലും കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി അതുപോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും അസേഷൻ റീസണും ഒക്കെ. കഴിഞ്ഞ എക്സാമിന് അസേഷൻ റീസണൊന്നും ഇല്ലേ, ബയോളജി പോലും ഇല്ലേനു. പക്ഷേ ഇതിൽ കെമിസ്ട്രിയിലും ബയോളജിയിലും അസേഷൻ റീസണും ഫിസിക്സിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും നല്ല ലെങ്തി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതായിട്ട് തോന്നി. എക്സ്ട്രാ ടൈം കൂടി ഇല്ലെങ്കിൽ വിട്ടുപോയനെ. എല്ലാം അറ്റൻഡ് ചെയ്തോ? അല്ലല്ല, ഫിസിക്സ് ഒക്കെ കുറച്ച് വിട്ടിട്ടുണ്ട്, അത്യാവശ്യം വിട്ടിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രിയും ബയോളജിയും കുറച്ചും കൂടി എഴുതാൻ വേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞ തൊട്ട് മുന്നത്തെ 2 എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലെവലുള്ള എക്സാം. കഴിഞ്ഞതിനെക്കാട്ടി കുറച്ച് ടഫായിരുന്നു. ബയോളജി ഒക്കെ ഈസി ആയിരുന്നു. ബയോളജി ഈസി ആയിരുന്നു. ഓക്കെ. വേറെ ഏതായിരുന്നു ടഫായ? ഫിസിക്സ് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുമോ? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. യൂസ്ഫുൾ ആയിരുന്നു. 15 മിനിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ്ഫുൾ ആയിരുന്നു. കുഴപ്പമില്ല. മറ്റേ റീനീറ്റ് ഇതിനെക്കാട്ടി സിമ്പിൾ പഴയ നീറ്റിന്. അതാ കഴിഞ്ഞ എക്സാമാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ, അതായത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ? ഫിസിക്സ് ആണ് ബുദ്ധിമുട്ടായിരുന്നില്ല, അത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ഫിസിക്സ് പൊതുവെ അങ്ങനെ. ബയോളജിയും ടഫ് ചെയ്യുന്നു. കഴിഞ്ഞ സിമ്പിൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നീറ്റിനെക്കാട്ടും ടഫായിരുന്നു റീനീറ്റ്. ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നീറ്റിന് പിന്നെ ബയോളജി കുറച്ചും കൂടി സിമ്പിളായിരുന്നു. റീനീറ്റിന് കുറച്ചും കൂടി ഒരു ടഫായ പോലെ ഉണ്ട്. കെമിസ്ട്രി കുറച്ചും കൂടി സിമ്പിളായിരുന്നു. കെമിസ്ട്രി സിമ്പിൾ ആയിരുന്നു. ബയോളജി മോഡറേറ്റ്. ഫിസിക്സ് ആയിരുന്നു ലെങ്തി ആയി തോന്നിയത്. കുഴപ്പമില്ലായിരുന്നു. ഏതായിരുന്നു ഈസി? ബയോളജി. ഏതായിരുന്നു ടഫ്? ഫിസിക്സ്. കമ്പാരിറ്റീവ്ലി പഴയ നീറ്റിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാ. ഈസി ഈസി അല്ല. ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു?
മൊത്തമായിട്ട് ഭയങ്കര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെയുള്ളൂ. മോഡറേറ്റിന് ടു ടഫ് അങ്ങനെ എനിക്ക് തോന്നി. ലാസ്റ്റ് എക്സാം വെച്ച് നോക്കുമ്പോൾ 3 ടഫ്. കമ്പാരിറ്റീവ്ലി നല്ല റിലേറ്റീവ്ലി ഫിസിക്സ് ഭയങ്കര 10th 50 മിനിറ്റ്സ് എക്സ്ട്രാ അതൊക്കെ പോയത് അറിഞ്ഞിട്ടില്ല. ആണോ? ഈ സമയം കൂട്ടിയത് കൊണ്ടൊരു ഉപകാരം ഒന്നും ഉണ്ടായില്ല. അതിനനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ എടുക്കണേ. ആണോ? നല്ല ടഫായിരുന്നു അത്യാവശ്യം 2025 അത്ര ലെങ്ത് ഇല്ല, പക്ഷേ കഴിഞ്ഞ എക്സാമിനെക്കാട്ടി ഒരു 4 to 5 ടൈംസ്. നീറ്റും റീനീറ്റും ഒരു ഡിഫറൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് സിമ്പിളായിരുന്നു, ഇത് നല്ല ടഫായി. നീറ്റ് സിമ്പിളായിരുന്നു, റീനീറ്റ് ടഫാണ്. പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, അസെഷൻസും എല്ലാം വന്നു. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ? ടൈം ഇപ്പോൾ 15 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയോണ്ട് കുഴപ്പമില്ല, മാനേജ് ചെയ്യാം.